ഒരു 3 മിനിറ്റ് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ഒരിക്കലും നിങ്ങളുടെ 3 മിനിറ്റ് വേസ്റ്റ് ആവുകയില്ല. ഇന്ന് ഫോണുകൾ ഉപയോഗിക്കാത്തവർ ആരും തന്നെയില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫോൺ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വെറും 2 ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രമുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അത്യാവശ്യമാണ്. ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. വെറും 700 KB 700 MB അല്ല കേട്ടോ, 700 KB, ഏകദേശം 2 ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രം, അഥവാ അര MB പോലും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അനവധിയാണ്. ആപ്ലിക്കേഷനുകൾ SD കാർഡിലേക്ക് മാറ്റാം, ഫോൺ ക്ലീൻ ചെയ്യാം, റാം ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്പൈ ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതോടൊപ്പം തന്നെ നാം മിക്ക ആപ്ലിക്കേഷനും ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത പെർമിഷനുകൾ കൊടുത്ത് നമ്മുടെ കോൺടാക്റ്റുകളും കോൾ ഹിസ്റ്ററിയും എല്ലാത്തിൻ്റെ പെർമിഷനുകൾ നാം കൊടുക്കാറുണ്ട്. അവയെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന കണ്ടെത്താനാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററി ലൈഫ്, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ ഇനി തുടർന്ന് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജാഫർ പൊന്നാനി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. അവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസാണ് ആപ്ലിക്കേഷൻ്റെ മെനു. നമുക്കിവിടെ CPU ഇവിടെ അറിയാനായിട്ട് സാധിക്കും. CPUവിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിവിടെ നിന്നും എല്ലാ ആപ്ലിക്കേഷനും ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് 575.62 MB ഇവിടെ ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും. ഫോണിലെ സ്പേസ് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായി മറ്റുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാതിരുന്നാൽ മതി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ നിലവിലുണ്ട്, ആൻറ്റിവൈറസ് പോലുള്ള. അവയൊന്നും ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള പ്രോ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ റാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 4 ആപ്ലിക്കേഷൻ ഇവിടെ വീണ്ടും ക്ലോസ് ആക്കുക. റാം ക്ലിയർ ആവും. 164.84 MB ഇവിടെ ക്ലിയർ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ ബാറ്ററി ലൈഫ് എനിക്കിവിടെ കാണാൻ എൻ്റെ ഇവിടെ 97% ഉണ്ട്. ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ 32 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. വോൾട്ടേജ് 4.1 വാൾട്ടാണ്. അതോടൊപ്പം തന്നെ റോം ക്ലീൻ ചെയ്യാം, റാം ക്ലിയർ ചെയ്യാം, അതേപോലെ സിസ്റ്റം ക്ലിയർ. നമുക്കിവിടെ എല്ലാ ആപ്ലിക്കേഷനൊക്കെ ഇവിടുന്ന് ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരുപാട് ആപ്ലിക്കേഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ സ്കാൻ ചെയ്ത് മുഴുവൻ ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബാച്ച് ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും അത് നമ്മുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ആയി പോവുകയില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതെല്ലാം എൻ്റെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാൾഡ് അല്ലാത്ത ആപ്ലിക്കേഷനുകൾ നമുക്കിവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുമ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതാണ്, പക്ഷേ വീണ്ടും ഇതിൽ നിന്ന് പോയിട്ടില്ല. അതിനായി നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നിന്നും ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ബാറ്ററി യൂസേജ്, ഏതെല്ലാം ആപ്ലിക്കേഷനുകളാണ് കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ സ്പൈ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ബാറ്ററി യൂസേജ് അവ ചിലവാക്കും. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ക്യാച്ച് ക്ലിയർ, നമുക്കിവിടെ മുഴുവൻ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം നമുക്കിവിടെ ആപ്ലിക്കേഷനുകളും എല്ലാം നമുക്കിവിടെ ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും. ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്കൊരുപാട് MBകളും ഡാറ്റകളും സേവ് ചെയ്യുവാനായിട്ട് ഈ ഒരു ഓപ്ഷൻ വഴി സാധിക്കും. ഇത് ഒന്ന് ലോഡാവുന്നുണ്ട്, ഒന്ന് സമയമെടുക്കും. അതിനായി നമുക്ക് വീണ്ടും ബാക്കിലേക്ക് വരാം. ഇവിടെ പെർമിഷൻ, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ നമുക്ക് കാണിക്കും. നാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ലൈൻ എന്നുള്ള ആപ്ലിക്കേഷനുകൾ ഇത് നമുക്ക് ഇവിടുന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പെർമിഷനുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ പെർമിഷനുകൾ നമുക്ക് ഇവിടുന്ന്, അതേപോലെ ബാച്ച് അൺഇൻസ്റ്റാൾ എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. മുഴുവൻ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റായി കളഞ്ഞ ആപ്ലിക്കേഷനുകളും ഈ ഒരു ഓപ്ഷനിലൂടെ കാണുവാനായിട്ട് സാധിക്കും.
അതോടൊപ്പം തന്നെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വളരെ ഉപകാരപ്രദം. നമ്മുടെ ഫോണുകളെല്ലാം ഫോർമാറ്റ് ആക്കുന്ന സമയത്ത് ഒരുപാട് ആപ്ലിക്കേഷനുകൾ പെയ്ഡായിട്ടുള്ള APK ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടാകും. അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് SD കാർഡിലേക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും, അഥവാ മെമ്മറി കാർഡിലേക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പല കൂട്ടുകാരും ഇതോടൊപ്പം തന്നെ ലിങ്ക് ചോദിച്ചു വരാറുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയി, ആ ആപ്ലിക്കേഷൻ വീണ്ടും ഒന്ന് തരുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട്. അതിനായി നമുക്കിപ്പോൾ വേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊരു പ്രൊഫഷണൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. പിക്സേ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കപ്പ് ചെയ്യേണ്ടത്. അതിനായി ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കപ്പ് എന്നിവിടെ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. കെയിൻമാസ്റ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു മാസ്റ്റർ. കമ്പ്യൂട്ടറിലേതുപോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കെയിൻമാസ്റ്റർ. ഇത് നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് ഇത് ബാക്കപ്പ് ചെയ്ത് വെക്കണം SD കാർഡിലേക്ക്. അതിനായി ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ബാക്കപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാം ചെയ്യേണ്ടത് റീസ്റ്റോർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നാം ചെയ്ത 2 ആപ്ലിക്കേഷനുകളും ഇവിടെ വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരുൾപ്പെടെ ബാക്കപ്പ് എന്നുള്ളൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആപ്ലിക്കേഷൻസും ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ മൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ SD കാർഡ് ചോദിക്കും. അവിടെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആപ്പ് ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ. ഈ ഫോൾഡർ ഇതുപോലെ നമുക്ക് ആപ്പ് ബാക്കപ്പ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് ആ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഫോൺ റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുകയില്ല. അതിനായി നമുക്ക് മൂവ് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 2 ആപ്ലിക്കേഷൻസും ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ ഉപകാരപ്രദമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഫയൽ മാനേജർ ഓപ്ഷനും ഉണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ES ഫയൽ എക്സ്പ്ലോറർ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇതിലില്ല. ഇതിൽ തന്നെ ഫയൽ മാനേജർ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ മുഴുവൻ ഡീറ്റെയിലും അറിയാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ കൂടി സിസ്റ്റം ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏതാണ് ഫോണ്, സാംസങ് SM, എൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ, റെസൊല്യൂഷൻ, GSM, അതോടൊപ്പം തന്നെ CPU ഇൻഫോ, അതേപോലെ RAM, ROM, ഇൻറ്റേർണൽ സ്റ്റോറേജ്, ബ്ലൂടൂത്ത്, വൈഫൈ, ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിതിലൂടെ അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻസുകളൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെ ഉപകാരപ്രദമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പ്രശ്നമില്ല. അപ്പോൾ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ലഭിക്കാൻ പരമാവധി ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.